അപ്പോൾ നമ്മൾ എന്താണ് ലെയ്ത്തിന്റെ ബെഡ് നമ്മൾ കഴിഞ്ഞാൽ ലെയ്ത്തിന്റെ ബെഡ് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഡിഫറെന്റ് പാർട്ടുകളായിട്ട് നോക്കാൻ പോകുന്നത് ലെയ്ത്തിന്റെ പാർട്ടുകൾ ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഓരോന്ന് നോക്കുന്നത്. നമ്മളിപ്പം പറയുന്ന ടെയിൽ ഷോക്ക്, പിന്നെ അതിന് ശേഷം ഹെഡ് ഷോക്ക്, പിന്നെ കാരേജ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടെയിൽ ഷോക്ക് ആയിരിക്കും. നോക്കാം. സ്ലൈഡിംഗ് യൂണിറ്റ് ഓൺ ദ ബെഡ് വേസ് ഓഫ് ദ ലെയ്ത്ത് ബെഡ് അല്ലെ, ലെയ്ത്ത് ബെഡിന്റെ ഒരു സ്ലൈഡിംഗ് യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം പറയുന്നത്. ഈ സിറ്റുവേറ്റഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ലെയ്ത്ത് അല്ലെ, ലെയ്ത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. മെയ്ഡ് ഇൻ 2 പാർട്സ് നെയിംലി ബേസ് ആൻഡ് ദ ബോഡി. ഏറ്റവും അടിയിലത്തെ പോർഷൻ നമ്മൾ ബേസ് എന്നും അതിന്റെ മണ്ടയ്ക്കുള്ള പോർഷൻ ബോഡി എന്നായിരിക്കും പറയുന്നത്. The base bottom is machined accurately and has a V groove corresponding to the bed base. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ബെഡ് ബേസ് ഫ്ലാറ്റ് ഉണ്ട്, വി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഉണ്ട്, ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ബെഡ് വേസ് ഉണ്ട്. ആ ബെഡ് വേസിൽ അതിന്റെ പുറത്തൂടെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ടെയിൽ സ്റ്റോക്കിന്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വി ഉണ്ടെങ്കിൽ ആ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് വി ആയിരിക്കണം എന്തിന്റെ അടിയിലും വെക്കേണ്ടത്, നമ്മുടെ ടെയിൽ സ്റ്റോക്കിന്റെ അടിയിലും വെക്കേണ്ടത്. അപ്പം ബേസ് ആയിരിക്കും പറയുന്നത് അല്ലെ, ആ ഒരു ബേസ് എന്ന് പറഞ്ഞ പോർഷൻ ആയിരിക്കും പറയുന്നത്. ബേസും ബോഡിയും ഉണ്ട്. ഇറ്റ് ക്യാൻ ബി സ്ലൈഡഡ് ഓവർ ദ ബെഡ് ആൻഡ് ക്ലാംപ്ഡ് ഇൻ എനി പോർഷൻ ഓൺ ദ ബെഡ് ബൈ മീൻസ് ഓഫ് ക്ലാമ്പിംഗ് യൂണിറ്റ്. അപ്പം ഇതിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറ്റും അല്ലെ, എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ദൂരത്തോട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്തോട്ടോ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും വർക്ക് പീസിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ടെയിൽ സ്റ്റോക്കിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്തൂടെ ആയിരിക്കും സ്ലൈഡ് ചെയ്യുന്നത്, നമ്മുടെ ബെഡ് ബേസിനകത്തൂടെ ആയിരിക്കും നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി സ്ലൈഡഡ് ഓവർ ദ ബെഡ് ആൻഡ് ക്ലാംപ്ഡ് ഇൻ എനി പോർഷൻ ഓൺ ദ ബെഡ് ബൈ മീൻസ് ഓഫ് ക്ലാമ്പിംഗ് യൂണിറ്റ്. The body of the tail shock is assembled to base and has corresponding longitudinal movement as to the base അല്ലെ, അതായത് the body of the tail shock is assembled to the base. അതായത് ഇദ്ദേഹത്തിന്റെ ബേസുമായിട്ടായിരിക്കും ആരെ ഇതാക്കുന്നത്, നമ്മൾ ബോഡി ബേസും എന്ന് പറഞ്ഞ രണ്ട് പാർട്ടാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടെങ്കിൽ ഇതിന്റെ ബേസും ഇതിന്റെ ബോഡി ഉണ്ടെങ്കിൽ ഈ ബോഡിനെ പിടിച്ച് ബേസിന്റെ പുറത്തായിരിക്കും വെച്ചു കൊടുക്കുന്നത്. ഈ ബോഡിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് അല്ലെ, ഒരു ലെങ്ത് ബേസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും വരുന്നത്. ഇനി ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് എന്താണ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് ആസ് വെൽ ആസ് വിത്ത് റെസ്പെക്ട് ടു ദി ബേസ്. അപ്പൊ ബേസുമായിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ആയിട്ടാണെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ഭയങ്കര കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ റിയർ എൻഡ് ഓഫ് ദി ബേസ് അല്ലെ, ബേസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ റിയർ എൻഡിലായിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സീറോ എന്ന് പറഞ്ഞ സംഗതി മാർക്ക് ചെയ്യിപ്പിക്കുന്നത് ബോഡിയിലായിരിക്കും. എന്താ പറയുന്നത്, നമ്മുടെ ഇരിക്കുന്ന ബേസ് ഉണ്ട്, ആ ബേസിലായിരിക്കും ആക്ച്വലി ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സീറോ മാർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്തിന്റെ പുറത്തായിരിക്കും, ബോഡിയുടെ പുറത്തായിരിക്കും. ഈ സീറോയും കൂടെ അലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെന്റർ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് പീസിനെ നമുക്ക് സെന്ററിങ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ രണ്ട് സീറോസിനും തമ്മിൽ നമ്മളിൽ ഇരിക്കുന്ന ബേസിനകത്തുള്ള ഗ്രാജുവേഷൻസിന് ഉണ്ടാകുന്ന സീറോയും അതുപോലെ തന്നെ ഈ ബോഡിയിനകത്ത് ഉണ്ടാകുന്ന ഒരു സീറോ ലൈൻ എന്നുള്ള സംഗതിയും കൂടെ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് പീസിനെ സെന്റർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി when both zeros line coincide, the axis of the tail shock is in line with the axis of the head shock. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ രണ്ട് സീറോസും തമ്മിൽ കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെഡ് സ്റ്റോക്കിന്റെ ആക്സിസും അതുപോലെ തന്നെ നമ്മുടെ ടെയിൽ സ്റ്റോക്കിന്റെ ആക്സിസും കൂടെ ഇൻ ലൈനിൽ ഇരിക്കുകയുള്ളൂ, രണ്ടും കൂടെ ഒരൊറ്റ ലൈനിൽ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദ ബോഡി ആൻഡ് ബേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നമ്മുടെ ബോഡിയും ബേസും ഉണ്ടാക്കിയിരിക്കുന്ന കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും. ദ പാർട്സ് ഓഫ് ദ ടെയിൽ ഷോക്ക് ആർ ഷോൺ ഇൻ ഫിഗർ. ഇപ്പൊ താഴെ തന്നിരിക്കുന്നതായിരിക്കും നമ്മുടെ ടെയിൽ ഷോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്സുകൾ. ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും അടിയിലത്തെ പോർഷൻ ആണ് ബേസ് അല്ലെ, എ എന്ന പോർഷൻ ആയിരിക്കും ബേസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോർഷൻ ആയിരിക്കും ഈ ടോട്ടൽ ആയിട്ടിരിക്കുന്നതായിരിക്കും ബേസ്, അതിന്റെ ടോട്ടൽ ആയിരിക്കുന്ന ടോട്ടൽ പോർഷൻ ആയിരിക്കും ബോഡി. ഇനി സി എന്ന് പറഞ്ഞ സാധനമായിരിക്കും നമ്മുടെ സ്പിൻഡിലിന്റെ ബാരൽ അല്ലെ, സ്പിൻഡിലിന്റെ ബാരൽ. ഇവിടെ എന്തോ ഒരു തെറ്റുണ്ട് കേട്ടോ, എന്തോ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇനി സ്പിൻഡിലിന്റെ ലോക്ക് ലിവർ ആണ് എഫ് എന്ന് പറഞ്ഞത്, സ്പിൻഡിൽ ലോക്ക് ലിവർ ആണ് എഫ്, അത് കറക്റ്റ് ചെയ്യുന്നത്. സ്പിൻഡിലിന്റെ ലോക്ക് ലിവർ ആണ് എഫ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് ആണ് ഇ അല്ലെ, ഇ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ABCDE, ഇതാണ് സ്ക്രൂ റോഡ് അല്ലെ, ഇതാണ് ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് എന്നറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിനെ നട്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടത് അല്ലെ, ഇതിനകത്ത് ഒരു നട്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അതാണ് ഓപ്പറേറ്റിംഗ് നട്ട്, ഒരു ഐ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. ഇനി ടെയിൽ ഷോക്കിന്റെ ഹാൻഡ് വീൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ടെയിൽ ഷോക്കിന്റെ ഹാൻഡ് വീൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കീ എന്ന് പറഞ്ഞ സംഗതി ഇത് കൊടുക്കുന്നുണ്ട്, കെ മീൻസ് കീ ആയിരുന്നു. കീ അതും തെറ്റാണെന്നുണ്ട്, ഇവിടെ മെഷ് അതിൽ കൊടുക്കുന്ന കെ അല്ലല്ല, കീ എന്ന് പറഞ്ഞാൽ എം ആണ്, എം എന്ന പാർട്ടാണ് കീ. ശരിയാണ്, അത് ശരിയാണ്. നമ്മുടെ സ്പിൻഡിൽ ഉണ്ടെങ്കിൽ ആ സ്പിൻഡിലുമായിട്ട് ഇതിനെ എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കീ എന്ന് പറഞ്ഞ സംഗതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലെ, ടോട്ടൽ സാധനത്തിന് നമുക്ക് ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് ഉണ്ട്, അതാണ് കെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സെറ്റ് ഓവർ സ്ക്രൂ ഉണ്ട്, അതാണ് ഇവിടെ ഐ എന്ന് കൊടുത്തിരിക്കുന്നത്, ഐ ആണ് സെറ്റ് ഓവർ. നമുക്കൊന്നും ആവശ്യമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് പേരുകൾ കേട്ട് ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ള സാധനം പഠിച്ചേക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടതെന്ന് അറിയപ്പെടുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ കൊണ്ടാണ്. അതുപോലെ തന്നെ ലെയ്ത്തിന്റെ ബെഡ് ബേസിനകത്തോടെ ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും ടെയിൽ ഷോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക. ടെയിൽ ഷോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടാണ് ബേസും അതുപോലെ തന്നെ
നമ്മുടെ ബോഡി എന്ന പാർട്ട്. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലത്തെ പോർഷൻ ആയിരിക്കും. അതിനകത്ത് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മേളിലുള്ള ഇതായിരിക്കും ബോഡി. ആ ബോഡിയിലായിരിക്കും സീറോ മാർക്ക് ചെയ്യുന്നത്. രണ്ടെണ്ണത്തിന് സീറോ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും തമ്മിൽ ഇൻലൈനിൽ എന്ത് വരുന്നത്, ആക്സിസുകൾ രണ്ടും തമ്മിൽ ഇൻലൈനിൽ വരിക. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ലാറ്ററലി മൂവ് ചെയ്യിപ്പിക്കും. അതെ, ലാറ്ററലി മൂവ് ചെയ്യിപ്പിക്കുന്നു, സെറ്റ് ഓവർ സ്ക്രൂ മാറ്റിയിട്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്രാജുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻസ് ഉണ്ട്. അതെ അതെ, ഗ്രാജുവേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബേസിനെ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യിപ്പിക്കണം, ഇദ്ദേഹത്തിന്റെ ബോഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആംഗിളിലാക്കാം. ഓർമ്മയുണ്ടല്ലോ ആ സാധനം. നമുക്ക് ഇവിടെ ഗ്രാജുവേഷൻ അത് നമുക്ക് ടേപ്പർ അടിക്കാം, ഓഫ്സെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെ, ഓഫ്സെറ്റ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. ആംഗിള് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യും, ഓഫ്സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്ച്വലി ഏതിൻ്റെത്? അല്ല, അത് രണ്ടെണ്ണം ഉണ്ട്. ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ ക്ലാമ്പ് ചെയ്യിപ്പിക്കാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്, ഈ ക്ലാമ്പിംഗ് യൂണിറ്റ്. JKHI ഇതിനകത്ത് ഇതാക്കുന്നത് ഓപ്പറേറ്റിംഗ് നട്ട് ഐ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, ഈ സാധനം ഇതല്ലേ? അല്ല, എൽ 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 ഓക്കെ. ഇതാ എൽ, ഇതാ ഈ സാധനം, ഇത് നട്ട്, ഇതിന് ഓപ്പറേറ്റിംഗ് നട്ട്. ഇത് സെറ്റ് ഓവർ സ്ക്രൂ, ഇത് ഓപ്പറേറ്റിംഗ് നട്ട് ഐ. അല്ല, എൽ ശരിയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സാധനം നോക്കാം. ബൈ റൊട്ടേറ്റിംഗ് ദ ഹാൻഡ് വീൽ ദ സ്ക്രൂ റോഡ് ഈസ് ഓപ്പറേറ്റഡ് അല്ലേ. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഹാൻഡ് വീൽ ഉണ്ടെങ്കിൽ ആ ഹാൻഡ് വീലിനെ നിങ്ങൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള സ്ക്രൂ റോഡ് റൊട്ടേറ്റ് ചെയ്യും. ഈ സ്ക്രൂ റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോസ് ഓഫ് ദ ബാരൽ വിച്ച് ക്യാരീസ് ദ നട്ട് അല്ലെ, ഈ ഒരു ഇത് ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇത് നട്ട് ഇത് കുറന്ന് കറങ്ങുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട് ചെയ്ത് പുറത്തോട്ട് വരും. അതാണ് നമ്മുടെ ബാരൽ എന്ന് പറഞ്ഞ സംഗതി അല്ലേ. ബാരൽ എന്ന് പറഞ്ഞ ടോട്ടലി സംഗതി, ആ ബാരലിന്റെ അകത്തായിരിക്കും നിങ്ങൾ സ്പിൻഡിൽ കൊണ്ടുവന്ന് വെക്കുക. ആ ബാരൽ പുറത്തോട്ട് വരിക, അകത്തോട്ട് വരിക. ബാരലിന്റെ അകത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന, സ്പിൻഡിൽ കൊണ്ടുവന്ന് വെക്കുക അല്ലെ, അല്ലെങ്കിൽ സെന്ററുകളോ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന എന്തിലായിരിക്കും, ആ ബാരൽ എന്ന് പറഞ്ഞ സെറ്റപ്പിനകത്തായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കുക, ഈ ഒരു ഹാൻഡ് വീലിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനകത്തുള്ള സ്ക്രൂ റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് കോസ് ദ ബാരൽ വിച്ച് ക്യാൻ carries the nut to move forward and backward according to the direction of rotation. നിങ്ങൾ കൊടുക്കുന്ന ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഇത് ഫ്രണ്ടിലോട്ട് പോകണോ ബാക്കിലോട്ട് പോകണോ എന്നൊക്കെ നിങ്ങൾ അത് നമ്മുടെ എന്ത് ചെയ്യുക, അതിന്റെ യൂസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. The key which fits in the key way milled at the bottom of the barrel. ആ ബാരലിന്റെ ഏറ്റവും അടിയിൽ ഒരു കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ചിലപ്പം മോസ്റ്റ് ടേപ്പർ വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്തിനൊക്കെ വേണ്ടി കൊടുക്കുക, നമ്മുടെ ആ ഒരു ബാരലിനകത്ത് നമ്മൾ കയറ്റി വെക്കുന്നത്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു സ്പിൻ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെ, നമ്മുടെ ഇരിക്കുന്ന 8 സെന്ററുകൾ ഉണ്ടെങ്കിൽ ആ 8 സെന്ററുകൾ നീക്കി അതിനെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് അതിങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കീ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ത്രെഡ് ഇൻ ദ സ്ക്രൂ റോഡ് ഈസ് മോസ്റ്റ്ലി ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ടു ഹാവ് ഫോർവേഡ് മൂവ്മെന്റ് ഫോർ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ദ ഹാൻഡ് വീൽ. അതായത് ഇത് പറയുന്ന സംഭവം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സ്ക്രൂ റോഡ് ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരു സ്ക്രൂ റോഡ് കണ്ടില്ലേ, സ്ക്രൂ റോഡ് നോക്കിയാൽ ഇതിനകത്ത് സ്ക്രൂ റോഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് ഇ അല്ലെ, ഇ എന്ന് പറഞ്ഞ സാധനമായിരിക്കും സ്ക്രൂ റോഡ്. അപ്പൊ ഈ സ്ക്രൂ റോഡിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ സ്ക്രൂ റോഡ് എന്നറിയപ്പെടുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് വെച്ചിട്ടായിരിക്കും. അതിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ഹാൻഡ് വീല് മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? ഇത് ഫോർവേഡ് മൂവ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ത്രെഡുകളാണ് നമുക്ക് ഉള്ളത്. ഒരെണ്ണം റൈറ്റ് ഹാൻഡും ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡും ആണ്. റൈറ്റ് ഹാൻഡ് എപ്പോഴും ക്ലോക്ക് വൈസ് കറങ്ങുമ്പോഴായിരിക്കും ഫോർവേഡ് കിട്ടുക, അത് ഡൗട്ട് ഇല്ലല്ലോ. നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോഴായിരിക്കും ഫോർവേഡ് കിട്ടുക. അതേസമയം ലെഫ്റ്റ് ഹാൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോഴായിരിക്കും ഇത് എന്ത് ചെയ്യുക, ഫോർവേഡ് മൂവ് ചെയ്യുക അല്ലെ, ഇത് ഫോർവേഡ് മൂവ് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്തിനാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫോർവേഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാരൽ വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് വരും. ഇനി ദ ബാരൽ മേ ബി ലോക്ക്ഡ് ഇൻ എനി റെക്കോർഡ് പൊസിഷൻ. നമുക്ക് എവിടെ വേണമെങ്കിലും ബാരലിനെ ലോക്ക് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ്, അതാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് ആണ് ഈ സാധനം. ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ സാധനമാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ്. ഓക്കെ, ഇനി അത് നമ്മൾ ത്രെഡിന്റെ പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ നോക്കും എന്താണ് സ്ക്വയർ ത്രെഡ് എന്നുള്ള സാധനങ്ങളൊക്കെ പറയാം അല്ലെ. നമുക്ക് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ത്രെഡ് ആണ് സ്ക്വയർ ത്രെഡ് അല്ലെ. കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മറ്റേ ഫാസ്റ്റിംഗ് പർപ്പസസ് ആണ് വി ത്രെഡ് എങ്കിൽ നമ്മൾ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സ്ക്വയർ ത്രെഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇതാക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സ്ക്വയറിന്റെ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ബാക്കിയുള്ള ത്രെഡുകളൊക്കെ പറയാം. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കുറെയൊക്കെ പറഞ്ഞില്ലേ, അക്മേ ത്രെഡ് ആയിരുന്നാലും ശരി തന്നെ, അതെല്ലാം അതൊരു മറ്റുള്ള ടൈപ്പ് ആണ്. ട്രപ്പിസോഡൽ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പിനകത്തൊക്കെ വരിക, അല്ലെങ്കിൽ അതിന് ഒരു ഇതായിട്ടാണ്. പക്ഷെ എങ്ങനെ ആയിരുന്നാലും ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ത്രെഡ് ആയിരിക്കും നമുക്ക് ഈ സ്ക്വയർ ത്രെഡ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കേസ്. നോക്കാം, ദ ബാരൽ മേ ബി ലോക്ക്ഡ് ഇൻ എനി റിക്കോർഡ് പൊസിഷൻ. നമുക്ക് ബാരലിനെ എവിടെ വേണമെങ്കിലും ലോക്ക് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്കൊരു പർട്ടിക്കുലർ വർക്ക് പീസിന് വേണ്ടിയിട്ട് കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്ത് മാത്രമേ ഇതാക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എടുക്കണമെങ്കിൽ ബാരൽ നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ലോക്ക് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. നോക്കാം, the hollow end of the barrel at the front is provided with a most taper to accommodate the cutting tool with the taper shank. അതായത് പറയുന്നത് ഇതാണ് ബാരൽ എന്ന് പറഞ്ഞ പോർട്ട് അല്ലെ. നമ്മുടെ ആയിരിക്കുന്ന ബാരൽ എന്ന് പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഈ ഒരു ടേപ്പർ വരുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനായിരിക്കും ബാരൽ എന്ന് അറിയപ്പെടുന്നത്. ഈ ബാരലിനകത്തായിരിക്കും നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെയിൽ സ്റ്റോക്കിനകത്ത് എന്തൊക്കെയാ പിടിപ്പിക്കുക സാധാരണ? ഡെഡ് സെന്റർ പിടിപ്പിക്കാറുണ്ട്. അതല്ലാതെ എന്തൊക്കെ പിടിപ്പിക്കുന്നുണ്ട്? നമ്മൾ ഡ്രില്ല് പിടിപ്പിക്കത്തില്ലേ, ഡ്രില്ലിന്റെ ഷാങ്ക് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കത്തില്ലേ, ഡ്രിൽ ബിറ്റിന്റെ കാര്യങ്ങൾ പിടിപ്പിക്കാറുണ്ട് അല്ലെ, ഡ്രില്ല് പിടിപ്പിക്കും. അതുപോലെ തന്നെ കൗണ്ടർ സിങ്കിങ്, ഇപ്പൊ നമ്മൾ സാധാരണ ട്വിസ്റ്റിൽ പിടിപ്പിക്കാം. അതുപോലെ തന്നെ കൗണ്ടർ സിങ്കിങ്, അങ്ങനെയുള്ള ടാപ്പിന്റെ ഓപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂളുകൾ നമുക്ക് എന്തിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ ടെയിൽ സ്റ്റോക്കിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ നമുക്ക് പിടിപ്പിക്കണമെങ്കിൽ ആ ടെയിൽ സ്റ്റോക്കിന്റെ ബാരലിൽ സാധാ രീതിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. പകരം എന്ത് ചെയ്യണം? നമുക്ക് ഇതെല്ലാം പിടിപ്പിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഷാങ്കുകൾ ടേപ്പർ ഷാങ്ക് ആയിരിക്കണം. ആ ടേപ്പർ ഷാങ്കിന് കറക്റ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇത് കയറാൻ വേണ്ടിയിട്ടുള്ള ആ പർട്ടിക്കുലർ ടേപ്പർ വരുന്ന രീതിയിലുള്ള ഒരു എന്തിനെ കൊണ്ടുവരണം? ഇവിടെ ഒരു ബാരലിന്റെ ഷേപ്പ് അങ്ങനെ ഇരിക്കണം അല്ലെ. ഒരു മോസ് ടേപ്പർ ഉണ്ടെങ്കിൽ ആ മോസ് ടേപ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാരലിന്റെ ഷേപ്പിൽ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളിൽ ഉപയോഗിക്കുന്ന സംഗതി ഇതിനകത്തോട്ട് കയറി വെക്കത്തുള്ളൂ. അതാണ് പറയുന്നത്, മോസ് ടേപ്പർ ടു അക്കോമഡേറ്റ് ദ കട്ടിംഗ് ടൂൾ വിത്ത് ടേപ്പർ ഷാങ്ക്. ഇനി ഗ്രാജുവേഷൻസ് മാർക്ക്ഡ് മേ ബി മാർക്ക്ഡ് ഓൺ ദ ബാരൽ ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ദ ബാരൽ. അതായത് ബാരൽ എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തോട്ട് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാരലിന്റെ പുറത്ത് എന്തും കൂടെ കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഗ്രാജുവേഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം വരുന്നത് നമുക്ക് ഇതിനകത്തുള്ള മെഷർമെന്റ് പോലെ 0യും 1ഉം 2ഉം 3ഉം എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും പുറത്തോട്ട് വന്നു, മാക്സിമം പുറത്തോട്ട് വന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം, സ്ക്രൂ റോഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അലോയ് സ്റ്റീൽ. നോക്കിയേ, ഇതിനകത്ത് സ്ക്രൂ റോഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടല്ലേ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ് ഉണ്ട്. ഈ സ്ക്രൂ റോഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ പഠിച്ചു വെക്കുക അലോയ് സ്റ്റീലും. അതുപോലെ തന്നെ അതേസമയം അദ്ദേഹത്തിന്റെ ഓപ്പറേറ്റിംഗ് നട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ബ്രോൺസ് ആയിരുന്നു അല്ലെ. ഇദ്ദേഹത്തിന്റെ ഓപ്പറേറ്റിംഗ് നട്ട് അലോയ്സും കൂടെ വരും, അത്രേ ഉള്ളൂ. വേറെ അല്ലാതെ, അതായത് ഇതിന്റെ എന്താണ്, ഇതിന്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അലോയിങ് അല്ല, അലോയിങ് എലമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് നമുക്കിപ്പം സിലിക്കണിന്റെ എമൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ കാർബൺ എന്നറിയപ്പെടുന്നതും ആക്ച്വലി ഒരു അലോയിങ് എലമെന്റ് ആണ്, അല്ലെങ്കിൽ അലോയ് എന്നുള്ള രീതിയിലാണ്. കാർബൺ കയറി വന്നാലും അലോയ് ആണ്. അതല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ വരും, മെഗ്നീഷ്യവും അതുപോലെ തന്നെ മാംഗനീസ്, അതുപോലെ ടൈറ്റാനിയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് എമൗണ്ട് ഒക്കെ കയറി വരുന്ന സാധനമായിരിക്കും അലോയ് സ്റ്റീൽ. സാധാരണ സ്റ്റീലിൽ നിന്നും ഇതിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഹാർഡ്നെസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടഫ്നെസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അലോയിങ് എലമെന്റുകൾ ആഡ് ചെയ്യുന്നത്. ഓരോ അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ക്രോമിയം ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് എന്താവും? അതിന്റെ മറ്റേ കൊറോഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഓരോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. അപ്പൊ ചിലപ്പോൾ സിലിക്കൺ എന്ന് പറഞ്ഞ സംഗതിയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എന്ത് ഇമ്പ്രൂവ് ചെയ്യായിരിക്കും? സിലിക്കൺ. നമ്മൾ അന്ന് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലിക്കൺ ഇമ്പ്രൂവ് ചെയ്യാണ്. ഇതിന്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും സിലിക്കൺ ഒക്കെ പറയുമ്പോൾ. പക്ഷെ ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത. മെഷീനബിലിറ്റിയും ഇതും പറഞ്ഞില്ലേ, നമ്മൾ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയത്തില്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റേന്റെ അകത്ത് ഈ സിലിക്കണിന്റെ സാധനം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇതിനകത്ത് കുറവായിരുന്നു അല്ലെങ്കിൽ ഇത് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആ അതെ. അപ്പം അതാണ് ഈ അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് സാധാരണ ഉള്ള കണ്ടന്റിനെക്കാട്ടും കൂടുതലായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള അലോയ്സും കൂടെ ആഡ് ചെയ്യും. അതിന്റെ പ്രോപ്പർട്ടി കൂട്ടും. അങ്ങനത്തെ സാധനങ്ങളായിരിക്കും അലോയ് സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ സ്റ്റീൽ എന്നുള്ള വ്യത്യാസം ഇതാണ്. അതിനകത്തുള്ള ബാക്കിയുള്ള സാധനത്തിന്റെ ഒക്കെ പെർസെന്റേജ് കുറവായിരിക്കും. ബാക്കി സാധാരണ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ എന്നുള്ള സാധനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കാർബണും അയണും എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. ബാക്കി ഏതിനകത്ത്? വെറും സ്റ്റീലിൽ
അതെ രണ്ടിനെക്കാട്ടിയും കൂടുതലാണ് അത് പറയുന്നത്. ഇനിയിപ്പം വേറെയൊക്കെ ഉണ്ട്, മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നല്ലേ പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റീൽ അല്ലേ നമ്മൾ പറയുന്നത്, കാർബൺ സ്റ്റീൽ എന്നല്ലേ പറയുള്ളൂ. സ്റ്റീൽ നമ്മൾ വെറുതെ പറയത്തില്ലല്ലോ, കാർബൺ സ്റ്റീൽ എന്നല്ലേ പറയുള്ളൂ. ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ. അല്ലാതെ വേറെ ഏത് സ്റ്റീൽ എന്ന് കേട്ടുണ്ട്? ഇത്രയല്ലേ കേട്ടുള്ളൂ സ്റ്റീലുമായിട്ട് ബന്ധം. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് വ്യത്യാസമാണ്. അതുപോലെ ഹൈ സ്പീഡ് സ്റ്റീൽ HSS, അതും വ്യത്യാസമാണ്. HSS അല്ലാതെ വെറുതെ സ്റ്റീൽ എന്ന് പറയത്തില്ലല്ലോ. ഏത് 0.6 0.7 ആ റേഞ്ചിലൊക്കെ കിടക്കത്തുള്ളൂ. വെറുതെ സ്റ്റീൽ എന്ന് പറയത്തില്ലല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ എന്നല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ, മീഡിയം കാർബൺ, ലോ കാർബൺ, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. വേറെ ആ അതെ. അതായത് ഇപ്പം അതെ അതെ 1.5നെക്കാട്ടും താഴെ ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം കാർബണിന്റെ പെർസെന്റേജ് നമ്മൾ ഒരുപാട് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെൻഷൻ എടുക്കത്തില്ല. ഇത് ടെൻഷൻ എടുക്കത്തില്ല. അത് മീൻസ് ടെൻസൈൽ ലോഡ് ഇതാകും. കംപ്രഷൻ നന്നായിട്ട് എടുക്കും, പക്ഷെ ടെൻഷൻ എടുക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ടെൻഷൻ എടുത്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അതായത് നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ വേസ്റ്റ് എന്നല്ലേ അർത്ഥം. പെട്ടെന്ന് പൊട്ടാൻ പാടില്ല. ഒരുപാട് ലോഡും കാര്യങ്ങളൊക്കെ താങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ കാസ്റ്റ് അയണിനെ കാട്ടി അല്ലെങ്കിൽ ഈ ഒരു 1.5 കാട്ടിയും താഴെയുള്ള എപ്പോഴും കാർബൺ പെർസെന്റേജ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും മിക്കവാറുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ അല്ലേ? ഈ റോട്ടയന്റെ കേസ് ഒക്കെ കേട്ടിട്ടില്ലേ? റോട്ടയന്റെ പെർസെന്റേജ് അറിയാമോ? നമ്മുടെ കാർബണിന്റെ പെർസെന്റേജ് അറിയാമോ? റോട്ടയൻ ഭയങ്കര കുറവാണ്. 0.01% എന്നാ പറയുന്നത്. അതിനെക്കാട്ടിയും കുറവെന്നൊക്കെ പറയാം. 0.01, അതായത് നമ്മുടെ ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ പെർസെന്റേജിനെക്കാട്ടിയും കുറവാണ്. മൈൽഡ് സ്റ്റീൽ നമ്മൾ പറഞ്ഞത് 0.15 ആയിരുന്നു. അപ്പൊ അതിനെക്കാട്ടിയും കുറവാണ് ഈ റോട്ടയൻ. റോട്ടയൻ നമ്മൾ പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രെയിന്റെ ഹൂക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റോട്ടയനിലായിരിക്കും ഉണ്ടാക്കിയിരുന്നത്. ക്രെയിന്റെ ഹൂക്ക്, അതായത് അത്രയും ലോഡിന്റെ ക്യാരിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അത്രയും ലോഡ് ക്യാരി. അതുപോലെ തന്നെ ഇതിന്റെ ഫെയിലിയർ ആവുന്നതെന്ന് പറഞ്ഞത് ഇത് അവസാനം വരെ നമ്മുടെ മറ്റേ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡക്ടൈൽ മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയലിനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്, അതായത് അത് എത്തുന്ന സമയത്ത് ഒരുപാട് ഒരു ഫെയിലിയർ ആവുന്നത് കുറെ ടൈം എടുത്തിട്ടേ ഫെയിലിയർ ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് ലാഭമായിരിക്കും. ചുമ്മാ പറഞ്ഞ് കാടായി. ഓക്കെ. അപ്പം നോക്കി ഇതിന്റെ മെറ്റീരിയൽ നോക്കിക്കുക. സ്ക്രൂ റോഡും ഉണ്ട്, ഓപ്പറേറ്റിംഗ് നട്ടും ഉണ്ട്. അപ്പൊ നമ്മളെ സ്ക്രൂ റോഡ് എന്ന് അറിയപ്പെടുന്നതായിരിക്കും നമ്മുടെ ഇരിക്കുന്ന എന്താണ് ഈ എന്നുള്ള പാർട്ടായിരിക്കും ഈ സ്ക്രൂ റോഡ്. ഈ സ്ക്രൂ റോഡ് ഉണ്ടാക്കിയിരിക്കുന്ന അലോയ് സ്റ്റീൽ കൊണ്ടും, അതേസമയം എൽ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഇല്ലേ, അതാണ് ഓപ്പറേറ്റിംഗ് നട്ട്. ഈ ഓപ്പറേറ്റിംഗ് നട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രോൺസ് കൊണ്ടുമാണ് കേട്ടോ. ബ്രോൺസ്. അപ്പൊ ബ്രോൺസ് എന്തിന്റെയൊക്കെ തമ്മിലാണ്? ബ്രോൺസും ബ്രാസും ഉണ്ട് അല്ലെ. ബ്രോൺസ് എന്തൊക്കെയായിരുന്നു? കോപ്പറും ടിന്നും അല്ലെ. കോപ്പറും ടിന്നും ആയിരിക്കും ബ്രോൺസ്. ഇനി കോപ്പറും സിങ്കും ആണെങ്കിൽ ബ്രാസ്, അതൊരു ഓർമ്മയുണ്ടല്ലോ. കോപ്പറും സിങ്കും ആണെങ്കിൽ ബ്രാസ് അല്ലേ. ഓക്കെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്ജസ്റ്റിംഗ്. മറ്റേത് ഓപ്പറേറ്റിംഗ് അതെ അത്രേ ഉള്ളൂ. സ്ക്രൂ റോഡ് ഉണ്ടാക്കി ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണെന്ന് പറഞ്ഞു. സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡ്. പിന്നെ നമ്മൾ ടോട്ടലി ടീൽ സ്റ്റോക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതാണ് കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. കാരണം മിക്കവാറുള്ള പാർട്ടുകൾ കാസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ടോട്ടലി നമ്മൾ പറയുന്നത് ദ ബോഡി ആൻഡ് ബേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് ചെയ്യാനാണ്. അപ്പം അത്രേ ഉള്ളൂ. കാസ്റ്റ് ചെയ്യണം ഒറ്റയടിക്ക് പറഞ്ഞത്. കാസ്റ്റ് ചെയ്യാൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞത്. കാസ്റ്റ് ചെയ്യാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബെഡ് എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി എന്തായിരുന്നു? ഗ്രേ കാസ്റ്റ് ചെയ്യാനായിരുന്നു. ഇത് വെറുതെ ഒരു കാസ്റ്റ് ചെയ്യണം, വെറുതെ കാസ്റ്റ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ഒരൊറ്റ രീതിയിൽ ഗ്രേ ആണോ അല്ലെങ്കിൽ വൈറ്റ് ആണോ എന്നൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല. വെറുതെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നു കേട്ടോ. ഇനി നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസിന്റെ ഇതില് the body can be moved over the base laterally and the amount of movement may be read approximately referring to the graduations marked. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബേസിനകത്ത് നമ്മുടെ ഓൾറെഡി ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബോഡിയിൽ നിങ്ങൾ 0 എന്ന് പറഞ്ഞ സാധനം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 0 നിന്ന് എത്രമാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന ബേസിസില് നമുക്ക് ആ ഒരു ബേസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് നമുക്ക് ബോഡീനെ എന്ത് ചെയ്യിപ്പിക്കാൻ, ചലിപ്പിക്കാൻ വേണ്ടി പറ്റും. ലാറ്ററലി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ലാറ്ററലി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിൽ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മളിൽ ഉപയോഗിക്കുന്ന ആ ഓപ്പറേറ്റിംഗ് can be moved or base laterally. The amount of movement may be approximately referring to the graduations marked. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇരിക്കുന്ന അഡ്ജസ്റ്റിംഗ് സ്ക്രൂസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും അല്ലെ. നമ്മുടെ ഇരിക്കുന്ന അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് അല്ലെ. എത്രേ ഉള്ളൂ. അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓവർ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ. ക്ലാമ്പിംഗ് യൂണിറ്റ് കെ എന്ന് അറിയപ്പെടുന്ന സെറ്റ് ഓവർ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ?
ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാ ടെയിൽ ഷോക്ക് യൂസ് ചെയ്യുന്നത്? അപ്പൊ ടെയിൽ ഷോക്ക് നമ്മൾ ഒരുപാട് പർപ്പസ് കണ്ടിട്ടുണ്ടായിരുന്നു. ടെയിൽ ഷോക്ക് എന്ത് പിടിപ്പിക്കുന്നുണ്ട്? നമ്മുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ അറ്റത്തിൽ നിങ്ങൾക്ക് എന്ത് പിടിപ്പിക്കാം? വേണമെങ്കിൽ ഒരു ടൂൾ പിടിപ്പിക്കാം. ടു അക്കോമഡേറ്റ് ദ ഡെഡ് സെന്റർ ടു സപ്പോർട്ട് ലെങ്തി വർക്ക് ടു ക്യാരി ഔട്ട് ലെയ്ത്ത് ഓപ്പറേഷൻ. ഇപ്പൊ ലെയ്ത്ത് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ ചുമ്മാ ഓവർഹാങ് ചെയ്യുന്നതിനെക്കാട്ടി ജസ്റ്റ് എന്താ പറയുക, ഒരു ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ടെയിൽ ഷോക്കിലെ ഒരു ഡെഡ് സെന്റർ വെച്ചിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യിപ്പിക്കാം. ഇനി ടു ഹോൾഡ് ദ കട്ടിംഗ് ടൂൾ ലൈക്ക് ഡ്രില്ല്, റീമർ, ഡ്രിൽ ചക്ക് ആർ പ്രൊവൈഡഡ് ഓൺ ദ ടേപ്പർ ഷാങ്ക്. ഇപ്പൊ ടേപ്പർ ഷാങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ പിടിപ്പിക്കാം? നമുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലെ, ഡ്രില്ലുകൾ ഉപയോഗിക്കാം, റീമർ ഉപയോഗിക്കാം, ഡ്രിൽ ചക്കുകൾ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ടേപ്പർ ഷാങ്കിന്റെ അറ്റത്ത്, അതായത് ടെയിൽ ഷോക്കിന്റെ യൂസുകളാണ് പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞത് നമുക്ക് ഡെഡ് സെന്റർ വെക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് പറയുന്നത് ഇതിനകത്ത് കട്ടിംഗ് ടൂൾ വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് ടു ടേൺ ദ എക്സ്റ്റേണൽ ടേപ്പർ ബൈ ഓഫ്സെറ്റിംഗ് ദ ബോഡി ഓഫ് ദ ടെയിൽ ഷോക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് അല്ലെ. ആ ബേസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ എക്സ്റ്റേണൽ ടേപ്പറുകൾ, ഇന്റേണൽ ടേപ്പർ അല്ല എക്സ്റ്റേണൽ ടേപ്പറുകൾ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്റേണൽ ടേപ്പർ അടിക്കാൻ വേണ്ടി പറ്റത്തില്ല, എക്സ്റ്റേണൽ ടേപ്പറുകൾ വേണമെങ്കിൽ അടിക്കാൻ വേണ്ടി പറ്റും. എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ടു പെർഫോം ദ എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് ഓൺ ദ ഷാഫ്റ്റ് ഹെൽഡ് ബിറ്റ്വീൻ സെന്റേഴ്സ്. ഇപ്പൊ രണ്ട് സെന്ററുകളുടെ ഇടയ്ക്ക് ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഇത് നമുക്ക് ചിലപ്പോൾ പാർട്ടിങ് ഓഫ് ഓപ്പറേഷൻ വരുന്നില്ല, ബാക്കി എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചിലപ്പോൾ നർലിംഗ് പാറ്റേൺ അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ടേപ്പർ ടേൺ ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ ടേണിംഗ് ചെയ്യിപ്പിക്കണോ, വെറുതെ ടേണിംഗ് ചെയ്യിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ടേൺ ചെയ്യിപ്പിക്കണമെങ്കിലോ അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് ഓൺ ദ ഷാഫ്റ്റ് ഹെൽഡ് ബിറ്റ്വീൻ സെന്റേഴ്സ് കേട്ടോ. രണ്ട് സെന്ററുകളുടെ ഇടയ്ക്ക് നമുക്ക് ഷാഫ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ത്രെഡ് വേണമെങ്കിൽ ത്രെഡ് അടിക്കാം. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം വേണമെങ്കിൽ നമുക്ക് ഒരു ഹോൾഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ടെയിൽ ഷോക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതുമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്താണ് ടേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓവർ ഹാങ്ങിങ് ഒഴിവാക്കുക എന്നുള്ള സാധനമായിരിക്കും. പിന്നെ പിന്നെ ഏതെങ്കിലും നമുക്ക് കട്ടിംഗ് ടൂളുകൾ വെക്കാൻ വേണ്ടി പറ്റും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. കട്ടിംഗ് ടൂളുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡ്രില്ലിങ്, റീമിങ്, ടാപ്പിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ചക്ക് വേണമെങ്കിൽ വെച്ചിട്ട് അതിനകത്തൊരു ഡ്രില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആക്ച്വലി നമ്മളിൽ ഒരു വർക്ക് പീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ഗിയറിന്റെ എനിക്ക് ഇതറിയത്, നമ്മൾ അത് കട്ടിംഗ് ടൂൾ വെച്ചിട്ടല്ലേ ഇതാക്കുന്നത്, ഗിയർ കട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ എനിക്കിത് അറിയത്തില്ല ഗിയർ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് സംഭവം. ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വലിയ ഇതില്ല. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താ, ഞാൻ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഗിയർ കട്ടിങ്. നമുക്ക് പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെനക്കെട്ടില്ല. ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഞാൻ അന്ന് നോക്കിയായിരുന്നു, പക്ഷെ ഇത് എങ്ങനെയാണെന്ന് സംഭവം അറിയത്തില്ല. അറിയാം, കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് നോക്കിയില്ല. അത് ടെയിൽ ഷോക്കിലല്ല, എന്തായാലും നമ്മുടെ കട്ടിംഗ് ടൂളിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ ടെയിൽ ഷോക്കിലല്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. നോക്കാം. അല്ല, ഓക്കെ, അങ്ങനെ എത്രയും ക്ലിയർ അല്ലേ? ഇത് സാധനങ്ങൾ എത്രയും ക്ലിയർ അല്ലേ? നമുക്ക് ഇനി അടുത്തത് കാരേജും കൂടെ ആകുമ്പോഴത്തേക്കും അടുത്ത പാർട്ടാവും. കാരേജ്, ടൂൾ പോസ്റ്റ് കുഴപ്പമില്ലല്ലോ. കണ്ടോ ഗിയർ കട്ടിങ് കണ്ടോ?